ഉം. നിങ്ങളെ ജീവന് തുല്യം സ്നേഹിക്കുന്നു എന്നെപ്പോഴും പറയുന്ന ഒരു സുഹൃത്തിനെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അതായത് അവരെപ്പോഴും കൂടെയുണ്ടാകുമെന്ന് വാക്കുകൾ കൊണ്ട് വലിയ ഉറപ്പുകളൊക്കെ നൽകും. അതെ, വാക്കുകൾക്ക് യാതൊരു പഞ്ഞവും ഉണ്ടാകില്ല. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. പക്ഷേ ഒരു പാതിരാത്രിയിൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു ആശുപത്രിയിലോ മറ്റോ പോകേണ്ട ഒരു അടിയന്തര സാഹചര്യം വരുമ്പോൾ നിങ്ങൾ അവരെ വിളിച്ചാൽ അവർ ചിലപ്പോൾ ഫോൺ എടുക്കില്ല. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറും, അല്ലേ? തീർച്ചയായും. അപ്പോൾ വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്ന ഇത്തരം അവകാശവാദങ്ങളും പ്രവൃത്തിയിലൂടെ തെളിയിക്കുന്ന യഥാർത്ഥ പ്രതിബദ്ധതയും തമ്മിൽ വലിയൊരു അന്തരമുണ്ട്. നമ്മൾ എല്ലാവരും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതുമാണ്. അതെ, വളരെ ശരിയാണ്. ആ ഒരു വിടവ് വളരെ വലുതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണത്. അതെ, യഥാർത്ഥ വിശ്വാസം അല്ലെങ്കിൽ സമർപ്പണം എന്താണെന്ന് കേവലം ഒറ്റ വാചകത്തിൽ കൃത്യമായി നിർവചിക്കുന്ന ഒന്നാണത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്കിതിലേക്ക് നേരിട്ട് കടക്കാമെന്ന്. ഈ വചനത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ വചനം യഥാർത്ഥത്തിൽ ഒരുതരം മനഃശാസ്ത്രപരമായ അളവുകോളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മൾ വാക്കുകൾ കൊണ്ട് എന്തവകാശപ്പെടുന്നു എന്നല്ല ഇതിലെ കാര്യം. പിന്നെന്താണ്? മറിച്ച് ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾ അതിനോട് എത്രത്തോളം നീതി പുലർത്തുന്നു എന്ന് പരിശോധിക്കാനുള്ള വളരെ കൃത്യമായൊരു ഫോർമുലയാണിത്. ഈ കുറിപ്പുകൾ പ്രകാരം യഥാർത്ഥ വിശ്വാസികൾ എന്നാൽ ദൈവത്തിലും ദൂതനിലും വിശ്വസിക്കുകയും പിന്നീടതിൽ യാതൊരു സംശയവും വെച്ചു പുലർത്താതിരിക്കുകയും ചെയ്യുന്നവരാണ്. ഓക്കേ. അത്രമാത്രമല്ല, തങ്ങളുടെ സമ്പത്തും ശരീരവും ഉപയോഗിച്ച് ദൈവമാർഗത്തിൽ കഠിനമായി പ്രയത്നിക്കുകയും ചെയ്യുന്നവരാണവർ. ഇങ്ങനെയുള്ളവർ മാത്രമാണ് സത്യവാൻമാരെന്നാണ് ഈ വചനം വളരെ കൃത്യമായി പറയുന്നത്. അവിടെയാണ് എനിക്കൊരു ചെറിയ വിയോജിപ്പുള്ളത്. അതായത് വിശ്വസിക്കുകയും പിന്നീട് സംശയിക്കാതിരിക്കുകയും ചെയ്യുന്നവർ എന്നു പറയുമ്പോൾ മനുഷ്യസഹജമായൊരു കാര്യത്തെ അത് പൂർണ്ണമായും തള്ളിക്കളയുന്നില്ലേ? എങ്ങനെയാണ് അങ്ങനെ തോന്നാൻ കാരണം? അല്ല, സംശയം എന്നത് മനുഷ്യന്റെ വളരെ സ്വാഭാവികമായൊരു വികാരമല്ലേ? നമ്മൾ എന്തിലെങ്കിലും വിശ്വസിച്ചാൽ തന്നെയും ഇടയ്ക്ക് ചില സംശയങ്ങൾ തോന്നുന്നത് നമ്മുടെ ബുദ്ധിപരമായ വളർച്ചയുടെ ലക്ഷണമല്ലേ? അത് ശരിയാണ്. അപ്പോൾ നമ്മൾ ഒരു ബിസിനസ്സിൽ പണം നിക്ഷേപിക്കുന്ന കാര്യം തന്നെ എടുക്കാം. നമ്മൾ വലിയ ആവേശത്തോടെ ഈ കമ്പനി വലിയ വിജയമാകുമെന്ന് വിശ്വസിച്ച് നിക്ഷേപം നടത്തും. അതെ, തുടക്കത്തിൽ വലിയ ആവേശമായിരിക്കും. കൃത്യം. എന്നാൽ വിപണിയിൽ പെട്ടെന്നൊരു തകർച്ച ഉണ്ടാകുമ്പോൾ നമ്മുടെ പണം നഷ്ടപ്പെടുമോ എന്ന് ഭയന്ന് നമ്മൾ സംശയിക്കുന്നതൊരു സ്വാഭാവിക പ്രതിഭാസമല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് പിന്നീട് സംശയിക്കാതിരിക്കുകയും എന്നിത്ര കർശനമായി ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഇതൊരുമാതിരി അപ്രായോഗികമായ നിബന്ധനയല്ലേ? ഞാൻ പറയാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ സൂക്ഷ്മമായ ഒരു വ്യത്യാസമുണ്ട്. കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും അറിയാനുമുള്ള ബുദ്ധിപരമായ അന്വേഷണങ്ങളെയോ ചോദ്യങ്ങളെയോ അല്ല ഇവിടെ സംശയം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ അതല്ല ഉദ്ദേശിച്ചത്? അല്ല, മറിച്ച് പ്രവർത്തിക്കേണ്ട ഒരു നിർണായക സാഹചര്യം വരുമ്പോൾ നമ്മുടെ അടിസ്ഥാനപരമായ ബോധ്യങ്ങളിലുണ്ടാവുന്ന ഇളക്കത്തെയാണ്, അഥവാ ആ ഒരു എക്സിസ്റ്റൻഷ്യൽ ഡൗട്ട്, അതിനെയാണ് ഇവിടെ വിലക്കുന്നത്. നിങ്ങൾ പറഞ്ഞ ആ ബിസിനസ് ഉദാഹരണം തന്നെ ഒന്നുകൂടി വിപുലീകരിച്ചു നോക്കൂ. വിപണിയിലൊരു ചെറിയ ഇടിവ് സംഭവിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ദീർഘകാല ലക്ഷ്യങ്ങളെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ലാതെ പരിഭ്രാന്തരായി പണം പിൻവലിക്കാൻ നിങ്ങൾ തയ്യാറാവുന്നുവെങ്കിൽ തുടക്കത്തിൽ നിങ്ങൾക്ക് ആ ബിസിനസ്സിലുണ്ടായിരുന്നത് യഥാർത്ഥ വിശ്വാസമായിരുന്നില്ല. അതൊരു താൽക്കാലിക ആവേശം മാത്രമായിരുന്നു, അല്ലേ? കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. ഒരുതരം അസ്ഥിരമായ മാനസികാവസ്ഥ, പ്രതിസന്ധികൾ വരുമ്പോൾ മാത്രം പുറത്തുവരുന്ന ഭയം. ഇതിനെ കൂടുതൽ ലളിതമായി പറയുകയാണെങ്കിൽ, ഒരു പാരഷൂട്ട് ധരിച്ച് വിമാനത്തിൽ നിന്ന് ചാടാൻ തയ്യാറെടുക്കുന്ന ഒരാളുടെ കാര്യം ചിന്തിക്കുക. ശരി. വിമാനത്തിനുള്ളിൽ താഴെ നിൽക്കുമ്പോൾ ആ പാരഷൂട്ട് കൃത്യമായി പ്രവർത്തിക്കും എന്ന കാര്യത്തിൽ അയാൾക്ക് യാതൊരു സംശയവുമില്ല, പൂർണ്ണ വിശ്വാസമാണ്. എന്നാൽ വിമാനത്തിന്റെ വാതിലിനരികിൽ നിൽക്കുമ്പോൾ, താഴേക്ക് നോക്കുമ്പോൾ അയാൾക്ക് പെട്ടെന്ന് സംശയം തോന്നിയാൽ എന്താണ് സംഭവിക്കുക? അയാൾക്ക് ചാടാൻ കഴിയില്ല. അയാൾ അവിടെ മരവിച്ച് നിൽക്കും. അതെ, സംശയിക്കാതിരിക്കുക എന്നത് ഇവിടെ വെറുമൊരു മാനസികാവസ്ഥ മാത്രമല്ല. അത് സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോഴും നമ്മുടെ ചുറ്റുപാടുകൾ നമ്മെ ചോദ്യം ചെയ്യുമ്പോഴും സ്വന്തം നിലപാടുകളിൽ ഉറച്ചുനിന്ന് പ്രവൃത്തിയിലേക്ക് കടക്കാനുള്ള അചഞ്ചലമായ നിശ്ചയദാർഢ്യമാണ്. ആ ഒരു നിമിഷത്തിൽ സംശയം കടന്നു വന്നാൽ പിന്നെ അവിടെ യാതൊരു പ്രവൃത്തിയും ഉണ്ടാകില്ല. ആ പാരഷൂട്ടിന്റെ ഉദാഹരണം വളരെ രസകരമാണ് കേട്ടോ. അപ്പം മനസ്സിലെ സംശയങ്ങൾ മാറിയാൽ മാത്രം പോരാ, ആ ഉറപ്പ് പ്രവൃത്തികളിലൂടെ പുറത്തുവരണം.
അതായത് സംശയമില്ലായ്മയിൽ നിന്ന് പ്രയത്നത്തിലേക്കുള്ള ഒരു സ്വാഭാവിക മാറ്റം. അതെ, വാതിലിനരികിൽ മരവിച്ചു നിന്നാൽ പോരാ, പുറത്തേക്ക് ചാടണം. കൃത്യം. ആ ചാട്ടത്തെക്കുറിച്ചാണ് അടുത്ത ഭാഗം പറയുന്നതെന്ന് തോന്നുന്നു. അതായത് തങ്ങളുടെ സമ്പത്തും ശരീരവും കൊണ്ട് കഠിനമായി പ്രയത്നിക്കുന്നവർ എന്ന്. ഇവിടെ എനിക്ക് തോന്നുന്ന മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എന്തിനാണ് ഈ വചനത്തിൽ സമ്പത്ത്, ശരീരം എന്നീ രണ്ട് കാര്യങ്ങൾ മാത്രം ഇങ്ങനെ ചുരുക്കി പറഞ്ഞിരിക്കുന്നത് എന്നതാണ്. അത് നല്ലൊരു ചോദ്യമാണ്. മനുഷ്യന്റെ അധ്വാനമോ പ്രതിബദ്ധതയോ അളക്കാൻ ഇത് രണ്ടും മാത്രമല്ലല്ലോ ഉള്ളത്. ഒരാളുടെ ബുദ്ധിശക്തി, അയാളുടെ സമയം, വൈകാരികമായ പിന്തുണ, സഹാനുഭൂതി, ഇതൊന്നും പ്രയത്നത്തിന്റെ ഭാഗമല്ലേ? സമ്പത്തും ശരീരവും എന്ന് മാത്രം പറയുമ്പോൾ അത് മനുഷ്യന്റെ കഴിവുകളെ വളരെ പരിമിതപ്പെടുത്തുന്നതായി തോന്നുന്നില്ലേ? ഒറ്റനോട്ടത്തിൽ അങ്ങനെ തോന്നാമെങ്കിലും സത്യത്തിൽ അങ്ങനെയല്ല. എന്താ പറയാ, മനുഷ്യന്റെ ഭൗതികമായ അസ്തിത്വത്തെ ഏറ്റവും സമഗ്രമായി ഉൾക്കൊള്ളുന്ന രണ്ട് അടിസ്ഥാന ഘടകങ്ങളാണ് സമ്പത്തും ശരീരവും. നമ്മുടെ കംഫർട്ട് സോൺ നിലനിർത്തുന്നത് ഈ രണ്ട് കാര്യങ്ങളിലാണ്. അതായത് നമ്മുടെ ആ ഒരു സുരക്ഷിതത്വത്തിന്റെ വലയം അല്ലേ? അതെ, സമ്പത്ത് എന്നത് നമ്മൾ പുറമേ നിന്ന് ആർജിച്ചെടുക്കുന്ന നമ്മുടെ സുരക്ഷിതത്വത്തിന്റെ ബാഹ്യമായ വിഭവങ്ങളുടെ ആകത്തുകയാണ്. അത് പണമോ സ്വത്തോ മറ്റു ഭൗതിക സൗകര്യങ്ങളോ ആകാം. എന്നാൽ ശരീരമെന്നത് നമ്മുടെ ആന്തരികമായ അസ്തിത്വമാണ്. അതിൽ സമയവും ബുദ്ധിയുമെല്ലാം പെടുമോ? തീർച്ചയായും. നമ്മുടെ ജീവൻ, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമയം, നമ്മുടെ ശാരീരികവും മാനസികവുമായ ഊർജം എന്നിവയെല്ലാം ഈ ശരീരമെന്നതിൽ ഉൾപ്പെടുന്നു. ഈ ലോകത്ത് മനുഷ്യൻ ഏറ്റവും പ്രിയപ്പെട്ട, നഷ്ടപ്പെടാൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന രണ്ട് കാര്യങ്ങളാണ് സ്വന്തം സമ്പത്തും സ്വന്തം ജീവനും അഥവാ ശരീരവും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് ചോദിക്കുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. അതെ, ഈ രണ്ട് കാര്യങ്ങളും ഉപയോഗിച്ചുള്ള പ്രയത്നം ആവശ്യപ്പെടുന്നതിലൂടെ യാതൊരു വിധത്തിലുള്ള ഒഴിവുകഴിവുകൾക്കും ഈ വചനം പഴുതു നൽകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഈ ഒരു ന്യൂക്ലിയർ സബ്മെറൈൻ വിക്ഷേപിക്കാൻ ഒരേ സമയം രണ്ട് താക്കോലുകൾ തിരിക്കേണ്ടി വരുന്നതുപോലെയാണത്. ഓ അതെ, വളരെ കൃത്യമായൊരു ഉപമയാണത്. അല്ലേ? ചില ആളുകൾക്ക് ഒരു നല്ല കാര്യത്തിനായി വലിയൊരു തുക അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അവർ വിചാരിക്കുന്നത് പണം കൊടുക്കുന്നതോടെ തങ്ങളുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്നാണ്. അവർക്ക് സ്വന്തം ശരീരമോ സമയമോ അധ്വാനമോ നൽകാൻ മടിയായിരിക്കും. ശരിയാണ്, പലരും അങ്ങനെയാണ്. എന്നാൽ മറ്റു ചിലർക്കാണെങ്കിൽ അവർ രാവും പകലും കഷ്ടപ്പെട്ട് ജോലി ചെയ്യാനോ ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തിക്കാനോ തയ്യാറായിരിക്കും. പക്ഷേ സ്വന്തം പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ തുക പോലും ചിലവാക്കാൻ അവർ തയ്യാറാകില്ല. ഈ രണ്ട് താക്കോലുകളും, അതായത് സമ്പത്തും ശരീരവും ഒരേ സമയം ഉപയോഗിക്കണമെന്ന് പറയുന്നതിന്റെ അർത്ഥം പൂർണ്ണമായ സമർപ്പണം അവിടെ നടക്കണമെന്നല്ലേ? 100%. ആ രണ്ട് താക്കോലുകളുടെ ഉപമ ഈ സാഹചര്യത്തിന് തികച്ചും അനുയോജ്യമാണ്. പണം നൽകി മാത്രം മാറി നിൽക്കാനോ അല്ലെങ്കിൽ ശാരീരിക അധ്വാനം മാത്രം നൽകി സാമ്പത്തിക ബാധ്യതകളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനോ ഇവിടെ സാധിക്കില്ല. ഒരർത്ഥത്തിൽ ഇതൊരു വ്യക്തിയുടെ സമ്പൂർണമായ സമർപ്പണത്തെയാണ് ആവശ്യപ്പെടുന്നത്. നാം നേരത്തെ സംസാരിച്ച ആ കംഫർട്ട് സോൺ തകർക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സ്വന്തം സാമ്പത്തിക ഭദ്രത കുറയുമോ എന്ന ഭയവും സ്വന്തം ശരീരത്തിന് വേദനയോ ബുദ്ധിമുട്ടോ ഉണ്ടാകുമോ എന്ന ഭയവുമാണ് മനുഷ്യനെ എപ്പോഴും പിന്നോട്ട് വലിക്കുന്നത്. ഈ രണ്ടു ഭയങ്ങളെയും അതിജീവിക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ സംശയമില്ലായ്മ യഥാർത്ഥ പ്രവൃത്തിയായി മാറുന്നത്. അപ്പോ സുരക്ഷിതത്വത്തിന്റെ കോട്ടയ്ക്കുള്ളിൽ ഇരുന്നുകൊണ്ട് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. ആ കോട്ടയ്ക്ക് പുറത്തു വന്ന് നിങ്ങളുടെ അധ്വാനവും വിയർപ്പും സമ്പത്തും ചിലവഴിച്ച് കഠിനമായി പ്രയത്നിക്കണം. ശരി, അപ്പോ നമ്മൾ മനസ്സിനുള്ളിലെ സംശയം മാറ്റിവെച്ചു, സമ്പത്തും ശരീരവും ഉപയോഗിച്ച് കഠിനമായി പ്രയത്നിക്കാനും തയ്യാറായി എന്നുവെക്കുക. എന്നാൽ ഇവിടെ വളരെ നിർണായകമായ മറ്റൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. എന്താണത്? ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യേണ്ടത്? ഈ കുറിപ്പിലെ വചനഭാഗം പറയുന്നത് ദൈവമാർഗത്തിൽ അഥവാ കോസ് ഓഫ് ഗോഡ് എന്നാണ്. ഇവിടെയാണ് എനിക്ക് ഏറ്റവും വലിയ ആശയക്കുഴപ്പം തോന്നുന്നത്. പലർക്കും തോന്നാറുള്ളൊരാശയക്കുഴപ്പമാണത്. എന്താണ് ഈ ദൈവമാർഗം? ആർക്ക് വേണമെങ്കിലും തങ്ങളുടെ സ്വന്തം താൽപ്പര്യങ്ങളെയും അജണ്ടകളെയും ദൈവമാർഗമെന്ന് വിളിച്ച് ന്യായീകരിക്കാമല്ലോ. ഈ വചനത്തിൽ ദൈവമാർഗത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒരു വ്യക്തമായ പട്ടികയോ കൃത്യമായ ഉദാഹരണങ്ങളോ ഒന്നും നൽകിയിട്ടില്ല. അതെ, നൽകിയിട്ടില്ല. ഇതൊരു വലിയ പോരായ്മയല്ലേ? ഒരു ചെക്ക് ലിസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ആളുകൾക്കിത് വളരെ എളുപ്പത്തിൽ ദുരുപയോഗം ചെയ്യാൻ കഴിയില്ലേ? കൃത്യമായ ഉദാഹരണങ്ങളുടെ ഒരു ലിസ്റ്റ് ഈ വചനത്തിൽ നൽകിയിട്ടില്ല എന്നത് സത്യത്തിൽ ഇതിന്റെ ഒരു പോരായ്മയല്ല.
ഒരു ലിസ്റ്റ് നൽകിയാൽ മനുഷ്യർ ആ ലിസ്റ്റിലുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുകയും അതിനു പുറത്തുള്ള വലിയ നന്മകളെ അവഗണിക്കുകയും ചെയ്യും. ഇതൊരു വിഷൻ സ്റ്റേറ്റ്മെന്റ് പോലെയാണ്. ഒരു വിശാലമായ ലക്ഷ്യമല്ലേ? അതെ. ദൈവമാർഗമെന്ന് പറയുമ്പോൾ മനുഷ്യ നന്മയ്ക്കും നീതിക്കും വേണ്ടി യാതൊരുവിധ സ്വാർത്ഥതയുമില്ലാതെ ചെയ്യുന്ന ഏതൊരു നല്ല കാര്യവും അതിൽ ഉൾപ്പെടുന്നു. ഉദാഹരണത്തിന്, സമൂഹത്തിലെ അഴിമതിക്കെതിരെ ശബ്ദമുയർത്തുന്നതും അതിനായി പോരാടുന്നതും ദൈവമാർഗമാണ്. ഓക്കെ. ദരിദ്രരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ സ്വന്തം സമ്പത്ത് ചെലവാക്കുന്നതും ഒരു വലിയ പ്രയത്നമാണ്. അതുപോലെ വലിയൊരു പ്രകൃതി ദുരന്തമുണ്ടാകുമ്പോൾ സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് സ്വന്തം ശരീരവും ഊർജവും ഉപയോഗിച്ച് മറ്റുള്ളവരെ രക്ഷിക്കാൻ ഒരാൾ മുന്നിട്ടിറങ്ങുമ്പോൾ അയാൾ ചെയ്യുന്നത് ഈ പറഞ്ഞ ദൈവമാർഗത്തിലുള്ള പ്രയത്നമാണ്. അതായത് സ്വന്തം താൽപ്പര്യങ്ങൾ മാറ്റിവെച്ച് പ്രവർത്തിക്കുന്നത്. കൃത്യം. സ്വന്തം താൽപ്പര്യങ്ങൾ മാറ്റിവെച്ച് സത്യസന്ധമായി ഒരു നല്ല കാര്യത്തിനു വേണ്ടി നിലകൊള്ളുമ്പോഴെല്ലാം അത് ദൈവമാർഗമായി മാറുന്നു. പക്ഷെ ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നില്ലേ? ഒരാൾ തന്റെ സ്വാർത്ഥമായ രാഷ്ട്രീയമോ സാമ്പത്തികമോ ആയ ലക്ഷ്യങ്ങൾക്കു വേണ്ടി ആളുകളെ ഇലക്കിവിടുകയും അതിന് ദൈവമാർഗമെന്ന് വിളിക്കുകയും ചെയ്താൽ സാധാരണക്കാർ എങ്ങനെ തിരിച്ചറിയും? അവിടെയാണ് നമ്മൾ ഈ വചനത്തിന്റെ ആദ്യ ഭാഗങ്ങളെ ഒരു ഫിൽട്ടറായി ഉപയോഗിക്കേണ്ടത്. ഒരാളുടെ ലക്ഷ്യം സത്യസന്ധമാണോ എന്ന് തിരിച്ചറിയാനുള്ള മാനദണ്ഡം എന്താണ്? സമ്പത്തും ശരീരവും ഉപയോഗിച്ചുള്ള പ്രയത്നം. അതെ, അയാൾ അതിനുവേണ്ടി സ്വന്തം സമ്പത്തും ശരീരവും ത്യാഗം ചെയ്യുന്നുണ്ടോ എന്നതാണ്. കപടമായ അജണ്ടകളുമായി വരുന്നവർ സാധാരണയായി തങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാനോ അധികാരത്തിലെത്താനോ തങ്ങളുടെ ശാരീരിക സുരക്ഷ ഉറപ്പാക്കാനോ ആണ് ശ്രമിക്കുന്നത്. അവർ മറ്റുള്ളവരോട് ത്യാഗം ചെയ്യാൻ ആവശ്യപ്പെടും, എന്നാൽ സ്വന്തമായി ഒന്നും ത്യാഗം ചെയ്യില്ല. വളരെ ശരിയാണ്. ചരിത്രത്തിൽ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള കാര്യമാണത്. അതെ. എന്നാൽ യഥാർത്ഥ ദൈവമാർഗം എന്നത് നമ്മൾ എന്തെങ്കിലും നേടിയെടുക്കാനുള്ള വഴിയല്ല, മറിച്ച് നമ്മുടെ പക്കലുള്ളത്, അത് സമ്പത്തായാലും ശാരീരിക അധ്വാനമായാലും മറ്റുള്ളവരുടെ നന്മയ്ക്കായി വിട്ടുകൊടുക്കാനുള്ള വഴിയാണ്. ആ ത്യാഗത്തിനുള്ള സന്നദ്ധതയാണ് ആ ലക്ഷ്യത്തിന്റെ സത്യസന്ധതയെ തെളിയിക്കുന്നത്. ഈ പറഞ്ഞത് വളരെ ചിന്തിപ്പിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ മുഴുവൻ വചനവും നമ്മൾ ഒന്നിച്ചു ചേർത്ത് വിശകലനം ചെയ്യുമ്പോൾ ഇതൊരു അതിമനോഹരമായ എന്നാൽ വളരെ കർശനമായ ഒരു ശൃംഖലയായി മാറുകയാണെന്ന് തോന്നുന്നു. തീർച്ചയായും. അതായത് ആദ്യം യാതൊരു സംശയവുമില്ലാത്ത ആ ഒരു എക്സിസ്റ്റൻഷ്യൽ ഉറപ്പുള്ള ഒരു വിശ്വാസം മനസ്സിൽ രൂപപ്പെടുന്നു. പിന്നീട് ആ വിശ്വാസം വെറും വാക്കുകളിലോ ചിന്തകളിലോ ഒതുങ്ങാതെ നമ്മുടെ ഏറ്റവും വിലപ്പെട്ട രണ്ട് കാര്യങ്ങൾ, സമ്പത്തും ശരീരവും, അത് ഉപയോഗിച്ചുള്ള കഠിന പ്രയത്നമായി മാറുന്നു. ആ പ്രയത്നമാകട്ടെ നമ്മുടെ സ്വന്തം ലാഭത്തിനു വേണ്ടിയല്ല, മറിച്ച് വിശാലമായ ഒരു നന്മയ്ക്കു വേണ്ടി, അഥവാ ദൈവമാർഗത്തിലായിരിക്കണം. ഈ ഘടകങ്ങളെല്ലാം പൂർണ്ണമായി ഒത്തുചേരുമ്പോൾ മാത്രമാണ് ഒരാൾ ആ വചനത്തിന്റെ അവസാനം പറയുന്നത് പോലെ സത്യവാനായി മാറുന്നത്. അതെ. സത്യസന്ധത എന്നത് വെറുതെ കള്ളം പറയാതിരിക്കുന്നതോ അല്ലെങ്കിൽ സത്യം വിളിച്ചു പറയുന്നതോ ആയ ലളിതമായ കാര്യമല്ല, മറിച്ച് നമ്മുടെ ആന്തരികമായ വിശ്വാസവും ബാഹ്യമായ ത്യാഗവും തമ്മിലുള്ള പൂർണ്ണമായ പൊരുത്തമാണിത്, അല്ലേ? 100% ശരിയാണ്. ആന്തരിക വിശ്വാസവും ബാഹ്യപ്രവൃത്തിയും തമ്മിലുള്ള അനിവാര്യമായ ആ പൊരുത്തമാണ് യഥാർത്ഥ സത്യസന്ധത. ഇത് കേവലം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരാശയമല്ല. ഇന്നത്തെ കാലത്ത് നമുക്ക് ഓരോരുത്തർക്കും വളരെ പ്രസക്തമായൊരു കാര്യമാണിത്. തീർച്ചയായും. നമ്മൾ ജീവിക്കുന്നത് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു ലോകത്താണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ സ്വയം ചോദിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടാണ് എനിക്കിത് ചോദിക്കാനുള്ളത്. എന്താണിത്? ഇന്ന് ഒരു വലിയ കാര്യത്തിനായി പ്രയത്നിക്കുകയോ അല്ലെങ്കിൽ ത്യാഗം ചെയ്യുക എന്നതിന്റെ അർത്ഥം എന്തായി മാറിയിട്ടുണ്ട്? ഒരുപക്ഷേ സാമൂഹ്യമാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലൂടെ ഒരു 5 രൂപ ഏതെങ്കിലും ചാരിറ്റിയിലേക്ക് വളരെ എളുപ്പത്തിൽ ട്രാൻസ്ഫർ ചെയ്യുകയോ ചെയ്യുന്നതിലേക്ക് നമ്മുടെ ത്യാഗം ചുരുങ്ങിപ്പോയിട്ടുണ്ടോ? അതൊരു വലിയ ചോദ്യമാണ്. അതെ. ടെക്നോളജിയും ആധുനിക സൗകര്യങ്ങളും എല്ലാം എളുപ്പമാക്കിയ ഈ ലോകത്ത് ഈ വചനം ആവശ്യപ്പെടുന്ന തരത്തിലുള്ള ശാരീരികവും സാമ്പത്തികവുമായ ആ കഠിനമായ ത്യാഗം ചെയ്യാൻ നമ്മൾ മറന്നുപോയിട്ടുണ്ടോ? നമ്മുടെ സൗകര്യങ്ങളുടെ ലോകത്തിരുന്നുകൊണ്ട് നാം ചെയ്യുന്ന ഈ ചെറിയ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ പ്രതിബദ്ധതയെയാണോ കാണിക്കുന്നത്? അതൊരുതരം എളുപ്പവഴിയാണോ, അല്ലേ? അതെ. അതോ നമ്മുടെ ശരീരവും സമ്പത്തും കാര്യമായി നഷ്ടപ്പെടാതെ തന്നെ നമ്മുടെ മനസാക്ഷിയെ സമാധാനിപ്പിക്കാനുള്ള ഒരു എളുപ്പവഴിയാണോ ഇത്?
ഇത്തരം ഡിജിറ്റൽ ഇടപെടലുകൾ യഥാർത്ഥവും കഠിനവുമായ സമർപ്പണത്തെ ഇല്ലാതാക്കുന്നുണ്ടോ എന്ന ഈ ചോദ്യം ഞാൻ നിങ്ങളുടെ ചിന്തയ്ക്കായി വിടുന്നു. തീർച്ചയായും അത് സ്വയം വിലയിരുത്താനുള്ള ഒരു വലിയ അവസരമാണ്. ഈ ആഴത്തിലുള്ള വിശകലനത്തിൽ പങ്കെടുത്തതിനും ഇത്രയും വ്യക്തമായി കാര്യങ്ങൾ വിശദീകരിച്ചതിനും വളരെ നന്ദി. അപ്പോ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.